ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. കാവേരി വിനീതിനെയും കൊണ്ട് ബാങ്കിലോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആ സാറിനോട് പറയുന്നുണ്ട്, സാറ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വിനീത് കുമാർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയുകയാണ്. നിങ്ങളുടെ കാര്യം മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ വായോ എന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് മാനേജറുടെ റൂമിലേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെ എത്തുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാറ്, വിനീതേട്ടൻ്റെ അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, വിനീതേട്ടൻ അതിൽ നിന്ന് ഒരു പൈസ പോലും എടുത്തിട്ടില്ല, പിന്നെ എവിടെ പോയി പൈസ എന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ ബാങ്കിലോട്ട് വന്നിട്ട് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താൽ അതിന്റെ മെസ്സേജ് വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ഫോണൊന്ന് നോക്കട്ടെ എന്ന് മാനേജർ പറയുകയാണ്. അങ്ങനെ വിനീതിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ മെസ്സേജിന്റെ അടിയിൽ തന്നെ അത് ഡെബിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇതില് ഡെബിറ്റ് പോയതായിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വിനീത് പറയുന്നുണ്ട്, എവിടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഫോൺ വാങ്ങിക്കുകയാണ്. അപ്പൊ കാവേരി പറയുന്നുണ്ട്, നോക്കട്ടെ വിനീതേട്ട എന്ന് പറയുമ്പോൾ, ഇതെങ്ങനെ വിനീതേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല കാവേരി, ഞാനത് വീണ്ടും വന്ന മെസ്സേജ്, പൈസ ഇട്ട മെസ്സേജ് വീണ്ടും വന്നെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാനേജർ ചോദിക്കാൻ, അതെ നിങ്ങൾ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എങ്ങാനും മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുത്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. വിനീത് പറയുന്നുണ്ട്, ഇല്ല സാറേ എന്ന് പറയുന്നുണ്ട്. നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയുമ്പോൾ വിനീത് ആലോചിച്ച് നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നിവീനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവനൊരു ഫോൺ വരുന്നതും അതുപോലെ തന്നെ അവൻ ആ ഒരു കാര്യം വിനീതിന് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ വിനീത് പറയുന്നു, സാറേ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, ഈ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് കോള് വന്നത്, അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, ATM കാർഡിന്റെ പിൻ നമ്പർ ചോദിച്ചു എന്ന് പറയുമ്പോൾ എന്നിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കൊരു OTP ചോദിച്ചു വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ വന്നിരുന്നു. നിങ്ങൾ എന്താളാണിടും, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയും TV-യിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ കേൾക്കുന്നത്, എന്നിട്ടും ചില ആൾക്കാർ പഠിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു, അത് ഈ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞ് വിനീത് ചൂടാകുമ്പോൾ കാവേരി പറയുന്നുണ്ട്, എന്താ വിനീതേട്ടാ ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ബാങ്കിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ഇവിടെ നിന്ന് അങ്ങനെ ഒരു ഡീറ്റെയിൽസിന് വേണ്ടി വിളിക്കില്ല, അതൊക്കെ ഫ്രോഡ് പണികളാണ്, അതൊക്കെ അവർ എന്തായാലും പൈസ അവർ കൊണ്ടുപോയി, ഇപ്പോൾ അന്വേഷിച്ച് പിടിച്ച് വരുമ്പോൾ നേപ്പാളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലപ്പേരൊക്കെ ആയിരിക്കും കിട്ടുക, ഒരിക്കലും അവരൊന്നും കിട്ടാനും പോകുന്നില്ല എന്ന് പറയുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ സിമ്മിൻ്റെ പുറകെ പോയി അവിടെ എത്തുമ്പോൾ ഈ സിമ്മിൻ്റെ ഉടമസ്ഥ മരിച്ചിട്ട് കുറേ കാലങ്ങളായി എന്നായിരിക്കും അറിയാൻ കഴിയുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കുറേ ദിവസേന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കാവേരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സാറേ എൻ്റെ അനിയത്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അവൾക്ക് ഓപ്പറേഷൻ വേണം, അതിന് വേണ്ടിയിട്ടുള്ള പൈസയായിരുന്നു, അവൾ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അവളുടെ ജീവന് തന്നെ ആപത്ത് വരും സാറേ എന്ന് പറയുമ്പോൾ, എന്തായാലും നിങ്ങളൊരു കംപ്ലൈൻറ്റ് വെക്കും, പിന്നെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക, അപ്പോൾ ഞങ്ങൾ എന്തായാലും പരമാവധി അന്വേഷിക്കാമെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മയെയും, അതായത് രാധമ്മയെയും അതുപോലെ തന്നെ നമ്മുടെ യമുനയും വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ യമുന കോള് ചെയ്യുന്നുണ്ട് ഗംഗയ്ക്ക്. അപ്പൊ എന്തായി ചേച്ചി ആണോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പൊ രാധമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ഐഡിയ എന്ന് ചോദിക്കുകയാണ്. നിളമോളെ റൂമിൽ അഡ്മിറ്റ് ആക്കി, പക്ഷേ ഇതുവരെയും പൈസ അടച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ പൈസ അടയ്ക്കാതെ, കയ്യിലിരിക്കുന്ന പൈസ അടയ്ക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് രാധമ്മ ചോദിക്കുന്നുണ്ട്. അറിയില്ല, പൈസ എടുക്കാൻ പോയാൽ വിനീതേട്ടൻ തിരികെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഗായത്രി വരുന്നത്. അപ്പോൾ ഗായത്രി വരുന്നുണ്ട്. അപ്പോൾ ശാരദേച്ചി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. ശാരദ ഇവിടെ ഇല്ലല്ലോ മോളെ എന്ന് രാധമ്മ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആണോ അപ്പോൾ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ആണോ, അവർ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്നും ഗായത്രി പറയുന്നുണ്ട്. അതെ, ഒരു കാര്യമുണ്ട്, അച്ഛനൊരു കാര്യം എന്നോട് പറഞ്ഞു, ഇന്നലെ അച്ഛൻ ഇവിടെ വന്ന് നിളമോളെ കണ്ടതിന് ശേഷം അച്ഛന് ഭയങ്കര മനപ്രയാസം, പിന്നെ എന്തെങ്കിലും ഓപ്പറേഷൻ്റെ വല്ല കാര്യങ്ങൾക്ക് എന്തെങ്കിലും പൈസ വല്ലതും ആവശ്യമാണെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ, ഞങ്ങളുടെ കമ്പനി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിൽ നിന്നും ഇഷ്ടം പോലെ പൈസ ഞങ്ങൾ കൊടുക്കാറുണ്ട്, അങ്ങനെ അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ എന്നിങ്ങനെ ഗായത്രി പറയുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ യമുനയ്ക്ക്. യമുന പറയുന്നുണ്ട്, അതെ എന്തായാലും അവൾക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ല, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കുള്ള പൈസയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്, പിന്നെ ഞങ്ങളവിടെ പുഷ്പവാടിയിൽ
ഈ ഒരു സൗകര്യം, ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതും ഇതുപോലൊരു വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നതും. ഞങ്ങളുടെ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള റൂമുകളും അതുപോലെ തന്നെ റൂമുകളൊക്കെ വെറുതെ അങ്ങ് കിടക്കുകയാണ്. ആ റൂമിലൊന്നും താമസിക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ പോലും ഞങ്ങൾ വാടകയ്ക്ക് പോലും ആൾക്കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ വലിയ അഹങ്കാരത്തോടു കൂടി യമുന പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ അടുത്തറിയുന്ന ബന്ധുക്കളോട് പോലും നിളയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളോട് പറഞ്ഞത് അത് എൻ്റെ അമ്മയുടെ നാവല്ലേ, എൻ്റെ അമ്മയുടെ മനസ്സിലൊന്നും ഇരിക്കില്ല, അതുകൊണ്ട് പറഞ്ഞത് മാത്രമാണ്. അല്ലാതെ ഞങ്ങൾ ആരെ അറിയിക്കണമെന്നും ഞങ്ങൾ ഇങ്ങനെ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഞങ്ങൾ ആരെ അറിയിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്ന് പറയുകയാണ് യമുന. അത് കേട്ട് ഗായത്രിക്ക് ആകെ ഒരു ജാതിയാവുന്നുണ്ട്. ഗായത്രി പറയുന്നുണ്ടായി, മോളെ ഞാൻ അങ്ങനെ വെച്ച് പറഞ്ഞല്ല കേട്ടോ, അല്ല ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചട്ടകം പോലെ കോരിയെടുക്കുന്ന ഒരു ചട്ടകം അത് ഇവിടെ ഉണ്ട് മോളെ, അവിടത്തെ കാണാനില്ല. എന്നൊരു വിരുന്നുകാരുണ്ട്, അവർക്ക് പലഹാരം ഉണ്ടാക്കാനാണ്, ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ രാധമ്മ പറയുന്നുണ്ട് അതിനെന്താ മോളെ, അവൾ എടുത്തു തരുമെന്നും പറഞ്ഞു. അപ്പം അതിന് യമുന പോയി അത് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് അത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ശരി രാധമ്മ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ യമുനയോട് രാധമ്മ പറയുന്നുണ്ട്, നീ പറഞ്ഞതിരി കൂടിപ്പോയില്ലേ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അല്ല പിന്നെ അവർക്ക് ഇത്തിരി അഹങ്കാരമുണ്ട്, അവരച്ഛൻ്റെ കയ്യിൽ പണമുണ്ടെന്നെങ്കിൽ അവരിരുന്നോട്ടെ, നമ്മുടെ കയ്യിൽ പണം, അവരെ പണമൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ പണമില്ലേ എന്നിങ്ങനെ ചോദിച്ച് നമ്മുടെ യമുന അങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ വീണ്ടും ഈ പറയുന്ന വിനീത് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. കാവേരിയോട് പറയുന്നുണ്ട്, എത്രയും വേഗം എല്ലാവരും അറിയിച്ചോ, ഞാൻ ഈ പൈസ തൊലച്ചു എന്ന് എല്ലാവരും അറിയട്ടെ. ഗംഗ എന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും, വെറുതെ അല്ല ഗംഗ എന്നെ ഇഷ്ടപ്പെടാഞ്ഞത്, എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ കാവേരി പറയുന്നുണ്ട്, ഇപ്പം സ്വയം കുറ്റപ്പെടുത്തുകയല്ല, പിന്നെ വേറുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, നിളമോളുടെ ഓപ്പറേഷൻ പൈസ ഉണ്ടാക്കണം, അതാണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിനീതിനെ ഇങ്ങനെ നിർത്തുകയാണ്. അപ്പോഴേക്കും ഗംഗ വിളിക്കുന്നുണ്ട്, ദേ ഗംഗേച്ചി വിളിക്കുന്നു, എന്താ മറുപടി പറയുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നരേന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് കാണാൻ വേണ്ടി പെണ്ണും വീട്ടുകാർ വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും, പെണ്ണിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, പരിപ്പാടിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയാലൊന്നും തോന്നരുത് കേട്ടോ, നിങ്ങൾക്ക് ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ ചെറുക്കൻ്റെ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, അല്ലെങ്കിലും ചെറുക്കൻ്റെ ചുറ്റുപാടല്ല അറിഞ്ഞിരിക്കേണ്ടത്, പെണ്ണിൻ്റെ ചുറ്റുപാട് കണ്ടിട്ട് ഇപ്പം എന്താ കാര്യം, പെണ്ണ് ഇവിടേക്കല്ലേ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അവർ വന്നവരിട്ടാ. അപ്പോൾ ആ സമയത്ത് അവൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എത്തുമെന്നാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്, നരനെ കുറിച്ചിട്ടാണ്. അപ്പോഴേക്കും നരൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗായത്രി ചെന്നിട്ട് നരൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പുതിയൊരു കാർ അവിടെ കിടക്കുന്ന കാണുമ്പോൾ നരൻ ചോദിക്കുന്നുണ്ട്, ആരാ ഇളയമേ, വിരുന്നാരും എല്ലാവരും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ബന്ധുക്കളാണ്, ഇനിയിപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് നരൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അവർക്ക് ഞാൻ കല്യാണം കഴിക്കാത്തല്ല പ്രശ്നം, ആ ഒരു ചോദ്യം മാത്രമല്ല അവർക്കുള്ളൂ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ നീ അവിടെ നിൽക്കട പൂവല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശിവനും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശിവൻ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ആ ഒരു പരിഹാരം കാണാൻ തന്നെയാണല്ലോ അവിടെ ആൾക്കാർ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത്, അതെ പെണ്ണുവ് കാണാൻ വേണ്ടി പെണ്ണും വീട്ടുകാർ വന്നിട്ടുണ്ട്, പെണ്ണിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ നരന് ദേഷ്യം വരും. നരൻ പോവാൻ നിൽക്കുകയാണ്, എനിക്ക് ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് മോനെ നീ പോവല്ലേ, മുത്തശ്ശനും മുത്തശ്ശിക്കും സങ്കടാവില്ല, നിനക്ക് വേണ്ടിയിട്ടല്ല അവർ ജീവിക്കുന്നത്, അവർ ഇപ്പം നീ ഇറങ്ങിപ്പോയാൽ അവരുടെ മുന്നിൽ മുത്തശ്ശനും മുത്തശ്ശിയും നാണം കെടില്ലേ, നീ ഒന്ന് വാ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവനകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, അവന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, നിനക്ക് എന്താ, അവൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ കൂടെ നിന്ന്, അതെ അവൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൻ്റെ സ്വത്തുക്കളും കൂടി നിങ്ങൾക്ക് കിട്ടുമല്ലോ, അതിനല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഗായത്രിയും അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.